ഇടുക്കി മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ച നിലയിൽ കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയാണ് മരിച്ചത്. തലയ്ക്ക് ആഴത്തിലുള്ള മുറിവ് ഏറ്റിട്ടുണ്ട്. ജോസിൽ സെബാസ്റ്റ്യനുണ്ട് വിവരങ്ങൾ നൽകാൻ. ജോസിൽ, ഇതെന്താണ് സംഭവം? പോലീസ് എന്താണ് പറയുന്നത്? വർഷ മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വന്നിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ഭക്ഷണം പാകം ചെയ്യാനായി സെക്യൂരിറ്റി ക്യാബിനിലേക്ക് പോയ രാജപാണ്ഡിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ രാത്രിയിൽ രാജപാണ്ഡി സെക്യൂരിറ്റി ജോലി എസ്റ്റേറ്റിൽ ചെയ്തിരുന്നു. രാവിലെ വേറെ സെക്യൂരിറ്റി ജീവനക്കാരൻ എത്തിയതോടെ ഭക്ഷണം കറികളൊക്കെ ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് ഒരു 10 മണിയോടുകൂടിയാണ് രാജപാണ്ഡി സെക്യൂരിറ്റി ക്യാബിനിലേക്ക് പോയത്. കുറെ സമയം കഴിഞ്ഞിട്ടും ഇയാളെ തിരികെ കാണാതെ വന്നതോടെയാണ് മറ്റു സെക്യൂരിറ്റി ജീവനക്കാർ അന്വേഷിച്ചെത്തുമ്പോഴാണ് ഈ കെട്ടിടത്തിനുള്ളിൽ ഈ രാജപാണ്ഡിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂന്നാർ പോലീസ് സ്ഥലത്തെത്തി. ഭിത്തിയിൽ ചോരക്കറ ഉള്ളതായിട്ടും ഈ രാജപാണ്ഡിയുടെ തലയിൽ ആഴത്തിൽ മുറിവ് ഉള്ളതായിട്ടുമാണ് പോലീസ് പറയുന്നത്. ഈ സംഭവം കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ഇതിന്റെ പരിശോധനയുടെ ഭാഗമായിട്ട് ഡോഗ് സ്ക്വാഡും മറ്റ് വിരലടയാളം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരുമെല്ലാം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. ഈ പോലീസ് പ്രധാനമായും പറയുന്നത് ഒന്ന് വീണ് ഇത്തരത്തിലുള്ള ഈ എന്തെങ്കിലും മൂർച്ചയുള്ള വസ്തുവിലേക്ക് തലയിടിച്ചു വീണ് ഉണ്ടായ മുറിവാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തർക്കത്തെ തുടർന്നുണ്ടായ മർദ്ദനത്തെ തുടർന്നാണോ തലയ്ക്ക് ഈ പരിക്കുണ്ടായത് എന്നുള്ളതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും സംശയമുള്ള ആളുകളെയൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് സയന്റിഫിക് ആയിട്ടുള്ള വിവരങ്ങളും ആരായുന്നുണ്ട്. ഏതായാലും കൊലപാതകമാണോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റ് തുടർ നടപടികളിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. വർഷ. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.